ഏറ്റവും പ്രധാനം വിളർച്ചയാണ്. അതായത് ചുണ്ട് വിളറിയിരിക്കുക, കണ്ണിൻ്റെ അവിടെ ഒരു വിളർച്ച ഉണ്ടാകുക, അതുപോലെ നഖത്തിൻ്റെ അവിടെ കുറച്ചും കൂടെ പിങ്കിഷ് ആയിരിക്കുമല്ലോ. സാധാരണ നഖം നമ്മൾ കാണുമ്പോൾ ഒരു പിങ്ക് കളറുണ്ട്, അതില്ലാതെ വളരെ വെളുത്തിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാലർ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്കിന്നിൻ്റെ ഹെൽത്ത്. അതായത് കുട്ടികളുടെ ത്വക്ക് അല്ലെങ്കിൽ ത്വക്കിൻ്റെ ആരോഗ്യം. അവരുടെ സ്കിൻ എപ്പോഴും എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കണം, കുറച്ചും കൂടെ ഒരു ലെസ്ചർ ഉണ്ടാവണം, അതായത് തിളക്കം സ്കിന്നിന് എപ്പോഴും ഉണ്ടാവും സാധാരണ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നും, അതുപോലെ തന്നെ സ്കിന്നിൽ എപ്പോഴും പല എന്താ പറയുക പല കളർ വ്യതിയാനങ്ങൾ, അതിൻ്റെ സ്കിന്നിൻ്റെ കളറിനുള്ള വ്യതിയാനങ്ങൾ, ഇതൊക്കെ തന്നെ പലപ്പോഴും പല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കുറവുകൾ, ഇപ്പോൾ സിങ്കിൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയിലും അങ്ങനെയൊക്കെയുള്ള മിനറൽസിൻ്റെയൊക്കെ കുറവുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ വായിൽ വരുന്ന അൾസർ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന അങ്ങനത്തെ അൾസറുകൾ വരിക. പിന്നെ അതുപോലെ തന്നെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക. അതൊക്കെ പോഷകാഹാരക്കുറവിൻ്റെ ഒരു ലക്ഷണമാകാം. പക്ഷെ പഠനക്കുറവ് എല്ലാം തന്നെ അതാണ് എന്നുള്ളതല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ വിറ്റമിൻസും മിനറൽസും ഒരു പരിധി വരെ കുറയുന്നത് പഠനത്തിനെയും നമുക്ക് ബാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കളിക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ക്ഷീണം, അതെ, അമിതമായ ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പോഷകാഹാരക്കുറവിൻ്റെ ലക്ഷണങ്ങളായിട്ട്